അപ്പൊ ഈ പറഞ്ഞ വ്യക്തി സത്യത്തിൽ വളരെ വിഷമിച്ചിട്ടാണ് ശവം തിന്നുന്നത്. എനിക്കറിയില്ല അഷറഫൊക്കെ പുള്ളിയുടെ ഉപ്പ മരിച്ചപ്പോൾ അവരെ ശവം തിന്നാൻ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ആ കബറിൽ വന്ന് മാപ്പ് പറയാം, മനസ്സിലായി. കാര്യം അതിന്റെ ഒരു വിഷമമാണ് പറയുന്നത്. ആ ചെലവ് ഉൾപ്പെടെ ആ ചെലവും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇനിയിപ്പോ റാസൽ കൈമ എന്നാണ് ബോഡി കൊണ്ടുവരണമെങ്കിൽ അതല്ലെങ്കിൽ പുജേറ എന്നാണ് കൊണ്ടുവരണമെങ്കിൽ അത് അവിടുത്തെ ഗവൺമെന്റ് പ്രൈവറ്റ് ആംബുലൻസിനാണ് കൊടുത്തിരിക്കുന്നത്. അവര് 1500 മുതൽ 2000 ദിർഹംസ് വരെ ആ ആംബുലൻസ് ചാർജ് ചെയ്യുന്നുണ്ട്. അത് റാസൽ കൈമേന്നും കാര്യം അവിടെ മണിയൂട്ടില്ല, അതിന് ദുബൈയിൽ സോണാപൂരിൽ കൊണ്ടുവരണം. അവിടുന്ന് കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ആംബുലൻസിനാണ്. ആ ആംബുലൻസ് ചാർജ് ചെയ്യുന്നത് 1500 മുതൽ 2000 ദിർഹംസ് വരെയാണ് അവര് ചാർജ് ചെയ്യുന്നത്. ഇത് ഇതുപോലൊരു മലയാളി ചെയ്തിട്ടാണ് റാസേം 2000 രൂപയ്ക്ക് ഇതുവരെ പൈസ ഫ്രീ ആയി. ഇതുപോലെ മലയാളി ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് കൊടുത്ത് പൈസ ഫ്രീ ആയിട്ട് അവിടെ ആംബുലൻസ് കൊണ്ടുവന്നിരുന്നായിരുന്നു. അവിടുന്ന് റാസക്കൈമേന്ന് പുഞ്ചേറിയിൽ അപ്പൊ ഫ്രീ ആയി കൊണ്ടുവരുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞെങ്കിൽ അവിടുത്തെ ആൾക്ക് ഒരു 50 രൂപ 100 രൂപ ഒക്കെ കൊടുത്തിരുന്നു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതൊരു മലയാളി ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു നേരത്തെ വീടിട്ട ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു മലയാളി അവർ ചെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് അവർ പ്രൈവറ്റിന് കൊടുത്ത് 2000 ദിർഹംസ് ചാർജ് ആക്കി. ഈ നമ്മൾ ഈ പറഞ്ഞ ചെലവിനൊപ്പം 2000 രൂപ ആംബുലൻസ് അപ്പൊ 8270 പ്ലസ് 8500 അടുത്ത് ചെലവ്. ഒന്ന് വേറൊന്നും പറയട്ടെ, ഇവിടെ സോനാപൂര് പെരുന്നാളോ നോമ്പോ വലിയൊരുന്നാളോ ലീവോ നേഴ്സറിയുടെ ഒരു പ്രശ്നമില്ല, ഓരോപ്പം വിളിച്ചതായിട്ടുള്ള ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇത് 600 രൂപ പെട്ടിയുണ്ട്. ഓല് ഇത് കണ്ട് ഓർക്ക് അതിന്റെ ഉള്ളിലുള്ള ആളുകൾ തർജ്ജമ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ മറ്റുള്ളത് പറഞ്ഞു നിയമത്തിനനുസരിച്ച് ചെയ്താൽ മതി. അവര് 6 മണി വരെയാണ് അവരുടെ ഡ്യൂട്ടി. മോർണിംഗ് 7:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി. പെട്ടെന്ന് നമുക്കൊക്കെ ഈ സമയത്തൊക്കെ മരണപ്പെട്ട് നമുക്ക് രാത്രിക്ക് ബോഡി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. 2 മണിക്ക് 3 മണിക്കൊക്കെ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ രാത്രി 10 മണിക്ക് 11 മണിക്ക് അവരൊന്ന് വിളിച്ചിട്ട് ഒന്ന് വരണം, ഇത് ഞങ്ങൾക്ക് ഒന്ന് എംബാം ചെയ്ത് തരണം. ഇന്ന് രാത്രി പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളുടെ ആ ഒരു ഇത് കേട്ടിട്ട് റിക്വസ്റ്റ് കേട്ടിട്ട് അവർ വരുന്നുണ്ട്, അവർ വന്ന് ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോ കാരണം അതും നിർത്തലാക്കി. അവരെ ഡ്യൂട്ടി സമയം അത് കറക്റ്റ് സമയത്ത് തന്നെ മതി എന്നുള്ള നിയമം അവർക്ക് DH പിന്നെ 1.5 കോടി. ഇത് ഈ കമന്റില് പല ആളുകളും ഇന്ന് കാണുന്ന വീഡിയോ കണ്ടിരിക്കുന്നത് അവർ തെറ്റാണ് കേട്ടോ. 4000 രൂപ കിട്ടുന്നുണ്ട്. ഇത് എവിടുന്നാ കിട്ടുന്നത് ഇത് പറഞ്ഞത് വളരെ നന്നായിരുന്നു. ആർക്കാ കിട്ടുന്നത് അല്ലെ വേറെ ഇതോട് പറഞ്ഞ പൈസ കൊടുക്കി. അതായത് കൗൺസിലേറ്റ് ഇപ്പൊ FOC എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് നമ്മൾ ഈ ബോഡിയുടെ അതേ ബില്ല് കൊണ്ടുപോയിട്ട് കൗൺസിലേറ്റിൽ കൊണ്ടുപോയിട്ട് ഈ പൈസ നമ്മൾ ഇതാക്കുന്നു എന്ന് പറയുന്നുണ്ട്, തിരിച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെയുള്ള നമ്മുടെ UAE കൗൺസിലേറ്റ് അല്ലെങ്കിൽ അബുദാബി എംബസി, ഇവരുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് എന്തിലേക്കുള്ളതാണ്, ആർക്കാണ് ആ ഫണ്ടിന്റെ അർഹതപ്പെട്ടവര്? ഇപ്പൊ ഒരാള് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, ആ കമ്പനിയിൽ നിന്നും അയാൾ അബ്സ്കോണ്ട് ആയിരുന്ന ആൾ ചാടിപ്പോയല്ലോ. ആ ചാടിപ്പോയ സ്ഥിതിക്ക് കമ്പനി അബ്സ്കോണ്ടിങ് കിട്ടണം. അബ്സ്കോണ്ടിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് അയാളുടെ മേലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ കമ്പനി നോർമലി കമ്പനി എന്ത് ചെയ്യും, ഓക്കെ ഞങ്ങൾ ആ ബോഡി ഏറ്റെടുക്കുക, ഞങ്ങൾ ഓൾറെഡി അബ്സ്കോണ്ടിങ് കിട്ടുന്നത് നിർബന്ധമായ തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൗൺസിലേറ്റ് ആ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടും. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഒരാൾ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് വന്നു, അതായത് ജോലിക്ക് അന്വേഷിച്ചത് ദുബൈ കാണാനല്ല, ജോലി അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്ന് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ബോഡി നാട്ടിലേക്ക് വിട്ടുകൊടുക്കാൻ കൗൺസിലേറ്റ് ബാധ്യസ്ഥരാണ്. അത് എങ്ങനെ? ആ കൗൺസിലേറ്റ് നിർബന്ധമായിട്ടുള്ള രേഖകൾ വേണം. ഒന്ന്, നാട്ടിൽ നിന്ന് നമ്മൾ ഈ മരിച്ച പവർ ഓഫ് അറ്റോർണി അടിക്കുന്നതോട് കൂടി തന്നെ എഴുതണം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ ജോലി അന്വേഷിച്ചു പോയതാണ്, അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ചാടി നിൽക്കുന്ന ആളാണ്, അയാളായിരുന്നു ഞങ്ങളുടെ വരുമാന മാർഗം, അയാളുടെ ബോഡി ഇപ്പം ഞങ്ങൾക്ക് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനമായി കാണാൻ എത്തിച്ചു തരണം. അതിന് വേണ്ടിയിട്ട് അയാളുടെ ബോഡി എല്ലാ ചെലവും കൗൺസിലേറ്റ് ഏറ്റെടുത്ത് ഇതാക്കി തരണമെന്നുള്ള ഒരു ലെറ്റർ എഴുതണം. ആ ലെറ്ററിന്റെ കൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം, വരുമാന സർട്ടിഫിക്കറ്റ്. ഇവർക്ക് വരുമാനം ഇത്രേ ഉള്ളൂ, ഇവർ പാവപ്പെട്ട കുടുംബമാണെന്നോട്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ലെറ്റർ വേണം. അതുകൂടാതെ അവരുടെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് 3ഉം ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലേറ്റിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലേറ്റിലെ 4 ഓഫീസർമാരെ അത് ജെന്യൂനിറ്റി അത് ഉറപ്പാക്കി അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബോഡി വിടാൻ പറ്റുള്ളൂ. ഏകദേശം ആ ഒരു പ്രൊസീജിയർ 2-3 ദിവസം പിടിക്കും ആ അപ്രൂവൽ കിട്ടാൻ. അങ്ങനെ അപ്രൂവൽ കിട്ടിയാൽ അവർ എയർലൈൻസിലേക്ക് ലെറ്റർ കൊടുക്കും ഈ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടാൻ. ബാക്കി ആരാണോ ആ വ്യക്തി ചെയ്യുന്ന ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ പേരിൽ അയാൾ കൊണ്ടുപോയിട്ട് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ബില്ല് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൗൺസിലേറ്റ് ആ പൈസ
റീഫണ്ട് കൊടുക്കുകയുള്ളൂ. പക്ഷെ അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണ്? ഒന്ന് ഫാമിലി 100% അറിഞ്ഞിരിക്കണം, ഫാമിലിന്റെ പിന്നെ സ്റ്റാമ്പ് പേപ്പറിൽ, മുദ്ര പേപ്പറിൽ, ലെറ്ററിൽ അവർ എഴുതിയിരിക്കണം. അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് 3 വേണം. ഇത് 3 ഇല്ലാതെ എങ്ങനെയാണ് കൗൺസിലേറ്റിൽ നിന്ന് ഈ പൈസ നമ്മളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ശവന്തീനികൾ അടിച്ചു മാറ്റണം എന്ന് ഈ ഒരു വ്യക്തി പറയാനുണ്ടായ കാരണങ്ങൾ ഒന്ന് തെളിയിക്കണം. ഇത് കൗൺസിലേറ്റിൽ പോയിട്ട് ഈ വ്യക്തി ഇതിന്റെ കറക്റ്റ് രേഖകൾ എടുത്ത്, അതല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളെടുത്ത് ഇതിന്റെ യഥാർത്ഥം പുറത്തേക്ക് കൊണ്ടുവരണം. ആള് തന്നെ കൗൺസിലറിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ ഫോച്ച് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ കൊടുക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഉള്ള പ്രൊസീജിയർ എന്താണെന്നൊക്കെ കറക്റ്റ് ചോദിക്കണം. അല്ലാതെ തോന്നിയ പോലെ ഈ ശവന്തീനികളാണ് ഇങ്ങനെ വളരെ വൃത്തിയിട്ട രീതിയിൽ തന്നെ എന്തിന് ഈ ദുബൈയിൽ നിന്നുകൊണ്ട് ദുബൈ ഗവൺമെന്റിനെ പോലും വളരെ മോശമാക്കിയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലാണ് ശവന്തീനികൾ എന്നറിയില്ല. ആളുടെ ഉപ്പയും ഉമ്മയും മരിച്ചപ്പോൾ ഞാൻ അഷ്റഫ് ഖാനും പോയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ചാൻസും ഇല്ല. പിന്നെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ജനങ്ങൾ ഇതാക്കി പറയുമ്പോൾ ഇതാക്കണം. പിന്നെ ഇവിടുത്തെ അസോസിയേഷനും ഇവിടുത്തെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഉള്ള ഒരു സ്ഥലമാണ് UAE. ഇവരും നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം. ഇതിന്റെ യഥാർത്ഥ ഇതെന്താന്ന് ഒന്ന് വിളിച്ചു പറയുമ്പോൾ ജനങ്ങളുടെ അടുത്തൊരു ഭീതി വരുത്തുമ്പോൾ അതിന്റെ യഥാർത്ഥം എന്താന്ന് നിങ്ങൾ അതൊന്നൊന്നും മനസ്സിലാക്കണം. പിന്നെ അതോടൊപ്പം കൗൺസിലേറ്റ് ഒരു ബോഡി നാട്ടിലേക്ക് അയച്ചാൽ അതിന് അത് അയക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും പൈസ കൗൺസിലേറ്റ് നൽകുന്നുണ്ടോ? ഈ ശവന്തീനി എന്ന് പറഞ്ഞത് നൽകുന്നുണ്ട്, കൗൺസിലേറ്റ് നൽകുന്നില്ല. ശവന്തീനി പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഒരു തരും പൈസ 4000 രൂപ തരും ഒരു ബോഡിക്ക്. അവർ പറയുന്നത് പ്രത്യേകം പറയുന്നത് 10-15 എണ്ണാകുമ്പോൾ 1000 കൊണ്ടുകൊടുത്താലേ പൈസ തരുമെന്ന്. ഓരോന്ന് കൊടുത്താൽ പൈസ തരില്ല. 15 ബോഡി മരിച്ചിട്ട് കൊണ്ടുകൊടുത്താൽ ഒരു 60,000 രൂപ ചെക്ക് വരും. 4000 രൂപ 60,000 ഉണ്ടാകുക, അല്ലാണ്ട് വേറെ ആരും തരില്ല, കൗൺസിലേറ്റ് തരില്ല. അപ്പൊ അതിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് കൗൺസിലേറ്റ് ആണ്. കാരണം കൗൺസിലേറ്റ് നിന്ന് ഒരു ബോഡി നാട്ടിലേക്ക് അയച്ചാൽ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, തട്ടിപ്പറന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിൽ അഷ്റഫ് നസീർക്ക് അതിൽ കൃത്യമായ മെസ്സേജ് നമുക്ക് നൽകി ഓൾറെഡി. അപ്പോ ഈ ബോക്സിന്റെ വിലയായിട്ട് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി കൂടെ സർക്കാർ നൽകണം. ബോക്സിന്റെ വിലയുടെ ഒരു ക്ലാരിറ്റി. ബോക്സിന്റെ വില എന്ന് പറഞ്ഞാൽ 1840 അത് DHAയുടെ അണ്ടറിലാണ്. DHA വേറെ പ്രൈവറ്റ് കമ്പനിക്ക് അത് ലേലം വിളിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് DHAനോട് സംസാരിച്ച് DHAണ് അതിന്റെ വില കുറക്കേണ്ടത്. അത് DHAനോടാണ് അത് സംസാരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ നിയമ തടസ്സങ്ങളും ഉണ്ട്. ഇവിടെ ചില സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും നിങ്ങൾ ആരാണെന്നാണ്. ഇവിടെ ഫ്യൂണറൽ കമ്പനികൾ ഒരുപാടുണ്ട്. ആ കമ്പനികളൊക്കെ 5000 മുതൽ 10,000 ദിർഹംസൊക്കെ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, ഫ്യൂണറൽ സർവീസ് നോക്കിക്കോ. ആ ഫ്യൂണറൽ സർവീസ് ചാർജ് ചെയ്യുന്ന എത്ര നോക്കിക്കോ. അതേ ലൈസൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഫ്യൂണറൽ ലൈസൻസ് ഉണ്ട്. കാരണം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പല സ്ഥലത്തുനിന്ന് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ദുബൈ ഗവൺമെന്റ് പറഞ്ഞ അതേ ലെവലിൽ തന്നെ ഞാൻ ഫ്യൂണറൽ ലൈസൻസ് എടുത്ത ആളാണ്. ഒരു വർഷം ഞാൻ എക്കണോമിക്കല് അതിന്റെ ഫീസ് കൊടുക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സംശയമുള്ള ഒരു ഫ്യൂണറൽ കമ്പനിന്റെ എത്ര ഫ്യൂണറൽ കമ്പനി UAE ഉണ്ടെന്ന് നോക്ക്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് ചോദിക്ക് എത്രയാണ് അതിന്റെ ഒരു ബോഡി വിടാനുള്ള സ്ഥലം. അപ്പൊ അവര് പറയും 5000, 10,000, 15,000 ഒക്കെ ചാർജ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഒരു ബുദ്ധിമുട്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാളെ നാട്ടിലേക്ക് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ആ മരിച്ച സമയത്ത് അയാളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ അറിയുള്ളൂ. ഇവിടെ കമ്പനിന്റെ PRO ആ സമയത്ത് സത്യത്തിൽ ആ PROക്ക് അറിയില്ല ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളത്. ആളൊക്കെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയി പറഞ്ഞ 1/2 മണിക്കൂർ 1/2 ദിവസം കൊണ്ട് ഞങ്ങൾ ബോഡി വിട്ടത്. അത് എന്ത് രീതിയിലാണ് ആ പർച്ചൽ തന്നെ ഇപ്പൊ വീഡിയോ കുറെ ആൾ കണ്ടില്ലേ കുറെ മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാരെ കണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ ഞങ്ങൾ പൈസ മേടിച്ച് അല്ല ഞങ്ങൾ ആ പൈസ മേടിച്ച് അടിച്ചത് ഇവരെന്നെ വാങ്ങിച്ചിട്ട് ഇവർക്ക് അവിടെ ബില്ല് കിട്ടാ ചെയ്ത്